Hi all, it's me Vaisha Vijay from Money Hacker. എൻ്റെ ഷെയർ മാർക്കറ്റിലെ അനുഭവങ്ങൾ എന്നുള്ളതിൻ്റെ പാർട്ട് 3 വീഡിയോ ആയിട്ടാണ് ഞാൻ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. നിങ്ങൾ പാർട്ട് 1ഉം പാർട്ട് 2ഉം കണ്ടിട്ടില്ലെങ്കിൽ ആദ്യം തന്നെ ആ രണ്ട് പാർട്ടും കാണാൻ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം പാർട്ട് 3 കാണുക. പാർട്ട് 2 വീഡിയോയിൽ പാർട്ട് 3 വീഡിയോ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി കുറേ ആൾക്കാർ, കുറേ ഫ്രണ്ട്സ് കമൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പാർട്ട് 3 വീഡിയോ പെട്ടെന്ന് തന്നെ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഷെയർ മാർക്കറ്റിലെ എക്സ്പീരിയൻസിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ അവസാനത്തെ ഒരു പാർട്ടും കൂടി ചെയ്തിട്ട് എൻ്റെ എക്സ്പീരിയൻസിനെ പറ്റി പറഞ്ഞ് നിർത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ പാർട്ട് 2 വീഡിയോയിൽ ഞാൻ സൺ ടി വിയുടെ ഇൻട്രാഡേ ചെയ്തിട്ട് എനിക്ക് നഷ്ടം വന്നതിനെ പറ്റി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് കുറച്ച് ഫണ്ട് വിഡ്രോ ചെയ്ത് പിന്നെ ബാക്കി കുറച്ച് ചെറിയൊരു പൈസ, വളരെ ചെറിയൊരു പൈസ വെച്ച് ജസ്റ്റ് വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ട്രേഡ് ചെയ്യും. പിന്നെ ഞാൻ എപ്പോഴും എല്ലാ ദിവസവും ഒക്കെ സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ മാർക്കറ്റിലെ ഷെയർസിനെ പറ്റിയും ഒക്കെ വാച്ച് ചെയ്യാറുണ്ടായിരുന്നു. അതിനുശേഷം കുറെ കാലം ഞാൻ അങ്ങനെ തന്നെയായിരുന്നു. ചെറിയ ചെറിയ ട്രേഡുകൾ, ചെറിയ ഫണ്ട് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പഠിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിലായിരുന്നു. അല്ലാണ്ട് പെട്ടെന്ന് ലാഭം ഉണ്ടാക്കുക ഒരു ലക്ഷ്യം ഒന്നായിരുന്നില്ല എനിക്ക്. അതിനുശേഷം ഒരു 4 മാസം മുന്നേ ആണ്, ഒരു 3-4 മാസം മുന്നേ ആണ് ഞാൻ എൻ്റെ ലാസ്റ്റ് ഇൻട്രാഡേയോ അല്ലെങ്കിൽ BTST ചെയ്യാനുള്ള ഒരു ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തത്. വലിയൊരു ഫണ്ടൊന്നുമല്ല, ജസ്റ്റ് 25,000 ആണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത്. അപ്പം ആദ്യമൊക്കെ ഞാൻ ഇൻട്രാഡേ ട്രേഡിങ് ചെയ്യണ്ട എന്ന് വിചാരിച്ചിരുന്നെങ്കിലും ഞാൻ ആ കാലഘട്ടത്തിൽ മനസ്സിലാക്കിയ കുറേ കാര്യങ്ങൾ കൊണ്ട് എനിക്ക് ആ ഇൻട്രാഡേ ട്രേഡിങ് പൂർണ്ണമായി മറന്ന് ജസ്റ്റ് ഇൻവെസ്റ്റിംഗ് എന്നുള്ളൊരു രീതിയിലേക്ക് പോകാൻ എനിക്ക് ചെറിയൊരു വിഷമമുണ്ടായിരുന്നു. അതുകൊണ്ട് ചെറിയ ചെറിയ ഇൻട്രാഡേ ട്രേഡിങ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. അപ്പോൾ പിന്നെ ഞാൻ കുറേ കാലം വാച്ച് ചെയ്തുകൊണ്ടായിരിക്കാം ആദ്യം കുറച്ച് ട്രേഡ് ചെയ്ത് ചെറിയ ചെറിയ ട്രേഡ്. അന്നേരം ആദ്യം മുന്നേക്ക് ഞാൻ ഒരു ഷെയറിന് മുകളിൽ കുറെ ഒരു 10 രൂപയുടെ മുകളിലൊക്കെ ലാഭം കിട്ടാൻ ഞാൻ കാത്തിരിക്കുമായിരുന്നു. എന്നാൽ ഞാൻ കുറെ മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ ചെറിയ പൈസ ലാഭം, ഒരു ഷെയറിന് മുകളിൽ ഒരു 200 രൂപയുടെ ഷെയർ ആണെങ്കിൽ 2-3 രൂപയുടെ മാറ്റം അല്ലെങ്കിൽ കൂടി വരുമ്പോഴത്തേക്ക് 1-2-3 അല്ലെങ്കിൽ ആ ചെറിയൊരു റേഞ്ചിൽ മാറ്റം വരുമ്പോൾ തന്നെ ഞാൻ ഷെയർ വിറ്റൊഴിവാക്കിയിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്താറുണ്ട്. അപ്പോൾ ആ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തതിനു ശേഷം കുറച്ച് ഒരാഴ്ച 1-2 ആഴ്ച വലിയ നഷ്ടം ഒന്നുമില്ലാതെ ഏകദേശം 2 ആഴ്ച കൊണ്ട് എനിക്കൊരു 4,000 റുപ്പീസിന്റെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റി. അതായത് ചെറിയ ചെറിയ ഒരു ദിവസം ആഴ്ചയിലെ ട്രേഡിങ് എടുക്കുകയാണെങ്കിൽ കുറെ ലാഭം ഉണ്ടാവും, ചെറിയ ചെറിയ നഷ്ടങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഒരു ബാലൻസ് ചെയ്തിട്ട് ലാസ്റ്റ് നോക്കുമ്പോൾ 2 ആഴ്ച കൊണ്ട് എനിക്കൊരു 4,000 റുപ്പീസിന്റെ ലാഭം എനിക്ക് ഇൻട്രാഡേ ട്രേഡിങ്ങിൽ ഉണ്ടാക്കാൻ പറ്റി. 25,000 രൂപ ഇട്ടിട്ട് ഏകദേശം 29,000 എൻ്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ട്രേഡൊക്കെ ചെയ്ത് പോകുന്നതിനിടയിലാണ് ഒരു ദിവസം ഞാൻ ആനന്ദ് ഷുഗർ എന്ന് പറയുന്ന ഒരു ഷെയറിനെ പറ്റി കേട്ടത്. അപ്പം അങ്ങനെ ഞാൻ കേട്ടു. അപ്പം ഞാൻ ജസ്റ്റ് ആ ഷെയറിനെ കുറച്ച് വാച്ച് ചെയ്തു. അവസാനം ഞാൻ 196 രൂപക്ക് ആ ഷെയർ ഞാൻ മേടിച്ചു. 190 രൂപക്ക് ഞാൻ കുറച്ച് ആ ഷെയർ മേടിക്കുകയുണ്ടായി. അങ്ങനെ ഞാൻ ഏകദേശം 196 രൂപക്ക് ആനന്ദ് ഷുഗർ എന്ന് പറയുന്ന കമ്പനിയുടെ ഷെയർ 300 ഷെയർ ഞാൻ മേടിച്ചു. അപ്പോൾ 300 ഷെയർ മേടിച്ചു. ഞാൻ കുറച്ച് സമയത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഷെയറിന്റെ വാല്യൂ, ആ ബയ്യർ സെല്ലർ റേഷ്യോയിൽ നല്ലോണം മാറ്റം വന്നു. ബയ്യേഴ്സ് വളരെയധികം കുറഞ്ഞു, സെല്ലേഴ്സിന്റെ എണ്ണം കൂടി. ആ സമയത്ത് ഈ ഷെയറിന്റെ വാല്യൂ ഇറങ്ങാൻ തുടങ്ങി. ഇറങ്ങി ഒരു 184 എന്നുള്ള ഒരു റേഞ്ചിലേക്ക് എത്തി. അതായത് ഏകദേശം 12 രൂപയുടെ നഷ്ടം ഒരു ഷെയറിന് മുകളിൽ എനിക്ക് വന്നു. അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 2 മണി ആ ഒരു റേഞ്ചിലായിരുന്നു അങ്ങനെ ആയത്, ആ വില ഇറങ്ങിയത്. അപ്പോൾ ഇറങ്ങിയ സമയത്ത് ഇത് ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് എനിക്കൊന്നും മനസ്സിലാവാത്തൊരവസ്ഥയിലായിപ്പോയി ഞാൻ. ആ ഷെയറിന് ഇനി എന്ത് ചെയ്യണം? മാർക്കറ്റ് ക്ലോസ് ചെയ്യാൻ പോവാണ്, ഇൻട്രാഡേ ട്രേഡിംഗ് ആണ്. ഈ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ
വിറ്റില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് സെല്ലാവും, അത്രയും വലിയ പൈസയുടെ നഷ്ടം വരും എന്നുള്ളതൊക്കെ ഓർത്ത് വലിയ ടെൻഷനിലായിരുന്നു ഞാൻ. അപ്പോഴാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കി ആ ഒരു ആപ്പിൽ ക്ലിക്ക് ചെയ്തപ്പോഴാണ് അതിൽ ഞാൻ ഇതുവരെ ശ്രദ്ധിക്കാതിരുന്ന ഒരു കൺവേർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഞാൻ കണ്ടത്. ആ കൺവേർട്ട് എന്നുള്ള ഓപ്ഷൻ എടുത്തപ്പോൾ 2 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, കൺവേർട്ട് ടു ക്യാഷ് അല്ലെങ്കിൽ കൺവേർട്ട് ടു BTST. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഞാൻ ആദ്യം കൺവേർട്ട് ടു ക്യാഷ് എന്ന് കൊടുത്തു നോക്കി. അപ്പോൾ എൻ്റെ കയ്യിൽ അത്രയും മാർജിൻ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അത്രയും ഫണ്ട് എൻ്റെ അക്കൗണ്ടിൽ ഇല്ലാത്തതുകൊണ്ട് എനിക്കത് കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞാൻ BTST എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ കുറേ കാര്യങ്ങൾ അറിഞ്ഞു. ഇൻട്രാഡേ പോലെ തന്നെയാണ്, കമ്മീഷൻ കൂടുതലാണ്, പക്ഷേങ്കിൽ ഒരാഴ്ചയോടെ നമ്മുടെ കയ്യിൽ ആ ഷെയർ വെക്കാൻ പറ്റും, ഏകദേശം ഇൻട്രാഡേൻ്റെ എത്രത്തോളം മാർജിൻ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ മനസ്സിലാക്കി ഞാൻ BTSTയിലേക്ക് ആ ഷെയർ കൺവേർട്ട് ചെയ്തു. 184 രൂപയ്ക്ക് ഞാൻ ആ ഷെയറിനെ BTSTയിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പം BTST കൺവേർട്ട് ചെയ്തു. ഏകദേശം അന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന സമയമാകുമ്പോഴത്തേക്ക് 188 രൂപ വരെ ആ മാർക്കറ്റ് പ്രൈസ് എത്തി. അപ്പോൾ എനിക്ക് ഒരു സമാധാനം ഉണ്ടായി, അത്രയും കൂടിയല്ലോ, പിന്നെ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് ആ ഷെയർ, ഞാൻ വിറ്റില്ല, എനിക്ക് നഷ്ടം സംഭവിച്ചില്ല എന്നുള്ളത്. പിന്നെയുള്ള മാർക്കറ്റ് ദിവസം 1-2 ദിവസം ആ ഷെയറിന്റെ വാല്യൂ 192, 186 ആ ഒരു റേഞ്ചിലായിരുന്നു 1-2 ദിവസം ഉണ്ടായിരുന്നത് ആ ഷെയറിന്റെ വാല്യൂ ആ ഒരു റേഞ്ചിൽ. അപ്പോൾ ഞാൻ ആ സമയത്ത് ഞാൻ വിൽക്കാതെ എന്തായാലും 7 ദിവസം എൻ്റെ കയ്യിൽ വെക്കാം, അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഷെയർ വിൽക്കാതെ എൻ്റെ കയ്യിൽ തന്നെ സൂക്ഷിച്ചു. അങ്ങനെ ഒരു 3-ാമത്തെ ദിവസം ആയപ്പോൾ ഈ ഷെയറിന് പിന്നെ ഒരു ബയേഴ്സിന്റെ എണ്ണത്തിൽ ചെറിയൊരു മാറ്റം കൂടാൻ തുടങ്ങി. സെല്ലേഴ്സിന്റെ എണ്ണം അതിനെ അപേക്ഷിച്ച് കുറവാണ്. അപ്പം ആ ഒരു ദിവസം ഈ ഷെയറിന്റെ വാല്യൂ നല്ലൊരു മാറ്റം ഉണ്ടാകാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ കൂടി ഏകദേശം ഞാൻ മേടിച്ച 196ന്റെ മുകളിലോട്ട് ഈ ഷെയറിന്റെ വാല്യൂ പോയി. ഈ വാല്യൂ പോയി ഏകദേശം 202 രൂപ എത്തി ഷെയറിന്റെ വാല്യൂ. അപ്പം ആ ഒരു പോസിറ്റീവ് റാലി ആയതുകൊണ്ടാണ് ഞാൻ ഒരു പോസിറ്റീവ് റാലി കിട്ടിയത് കൊണ്ടാണ് ഞാൻ ആ 2-3 രൂപ എന്നുള്ള എൻ്റെ ഒരു ക്രൈറ്റീരിയയിൽ ഞാൻ ആ ഷെയർ വിൽക്കാതിരുന്നത്. അപ്പം ഞാൻ ഒരു 6 രൂപ എനിക്ക് ലാഭം കിട്ടിയപ്പോൾ ഞാൻ ആ സമയത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഷെയർ, അതായത് 300 ഷെയർ 6 രൂപയുടെ പ്രോഫിറ്റിൽ ഞാൻ വിറ്റു. അതായത് ഏകദേശം 2000 രൂപയുടെ ലാഭത്തിൽ ഞാൻ ആ ഷെയർ മുഴുവൻ വിറ്റ് എൻ്റെ പ്രോഫിറ്റ് ഞാൻ ബുക്ക് ചെയ്തു. ഈ BTSTയിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ മുന്നേ അറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ കുറേ നഷ്ടങ്ങൾ എനിക്ക് ഒഴിവാക്കാൻ പറ്റിയാണ്. പലർക്കും അത് അറിയില്ല. ഞാൻ അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു തരികയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്നുള്ള ആഗ്രഹം. പിന്നെ ഞാൻ ഇതിനിടയ്ക്ക് ഒരു ബ്രെക്സിറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു, ബ്രിട്ടൻ ഇതാക്കിയിട്ടൊരു പ്രശ്നം. ആ സമയത്ത് പല ഷെയറിന്റെ വാല്യൂ വളരെയധികം കുറഞ്ഞു. വളരെയധികം കെയറൻ ഏകദേശം എത്രയാണ് 130 തോന്നുന്നു അങ്ങനെ ഇറങ്ങി. ടാറ്റ മോട്ടോഴ്സ് 430 ഇറങ്ങി. ടാറ്റ സ്റ്റീല് 294 ആ ഒരു റേഞ്ചിലേക്ക് ഇറങ്ങി. ആ സമയത്തെല്ലാം ഞാൻ BTSTയിൽ കുറെ ഓരോന്നിന്റെയും കുറച്ച് ഷെയർസ് ഞാൻ മേടിക്കുകയുണ്ടായി. അപ്പോൾ പിന്നെ ആ ദിവസം മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ഈ മാർക്കറ്റിലെ ഇറങ്ങിയ വാല്യൂ ഷെയർസിന്റെ 430 ഉണ്ടായിരുന്ന ടാറ്റ മോട്ടോഴ്സ് ഒക്കെ കയറി 440 ഒരു റേഞ്ചിലേക്കൊക്കെ എത്തി. അപ്പോൾ എല്ലാ ഷെയറും എനിക്ക് അന്ന് തന്നെ ലാഭത്തിലേക്കായി. അപ്പോൾ 2-3 ദിവസം ഞാൻ കഴിഞ്ഞു. 2-3 ദിവസം എൻ്റെ കയ്യിൽ ഹോൾഡ് ചെയ്ത് വെച്ച്. ടാറ്റ മോട്ടോഴ്സ് ഒക്കെ 450, കെയറൻ 140 ആ ഒരു റേഞ്ചിൽ. അപ്പോൾ എല്ലാ ഷെയറിലും എനിക്ക് ലാഭം. അപ്പോൾ ഞാൻ എല്ലാ ഷെയറും എൻ്റെ കയ്യിലുണ്ടായിരുന്ന പല കമ്പനികളുടെ ഷെയർ എല്ലാം കൂടി ഞാൻ വിറ്റത് ഏകദേശം 3600 രൂപ മറ്റാണെന്ന് തോന്നുന്നു. ആ 3600 രൂപയുടെ ലാഭത്തിലായിരുന്നു ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഷെയർ വിറ്റത്. അപ്പോൾ അങ്ങനെ ട്രേഡ് ചെയ്ത് എൻ്റെ കയ്യിൽ ഏകദേശം ഒരു 35,000 രൂപ ഞാൻ ഇട്ട് 25,000 35,000 രൂപ, അതായത് നല്ലൊരു മാറ്റം. 10,000 രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് കൂടുതലായിട്ട് എൻ്റെ അക്കൗണ്ടിലെ പൈസ കൂടി. 10,000 രൂപ എൻ്റെ കൂടി എൻ്റെ അക്കൗണ്ടിലെ പൈസ. അപ്പോൾ അതുകൊണ്ട് അന്ന് മുതൽ ഞാൻ ഉറച്ചൊരു തീരുമാനം എടുത്തു. ഇനി മുതൽ ഞാൻ ഇൻട്രാഡേ ട്രേഡിങ് ചെയ്യില്ല. ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുക എന്നുള്ള ഒരു രീതി ഞാൻ ഇനി ഫോളോ ചെയ്യാൻ തീരുമാനിച്ചു. അത് തന്നെയാണ് ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നതും. ഇൻട്രാഡേ ട്രേഡിങ് ഒരിക്കലും നമുക്ക് ഒരു പെർമനന്റ് ഇൻകം തരുന്നു പറയാൻ പറ്റില്ല. നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ട്രേഡ് ചെയ്യാനും പറ്റില്ല എന്ന് വരാം. ഇപ്പൊ ഞാൻ എൻ്റെ കയ്യിൽ വലിയൊരു ഫണ്ട് സ്വരൂപിച്ച് വെച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചോളം വലിയൊരു ഫണ്ട് ഞാൻ സ്വരൂപിച്ചു. ഇനി മാർക്കറ്റ് നല്ലൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഇൻവെസ്റ്റ്മെന്റ് നടത്തുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം.
എല്ലാവരും ആ ഒരു രീതി തന്നെ ഫോളോ ചെയ്യുക. എന്നാൽ മാർക്കറ്റിൽ നല്ലൊരു സിറ്റുവേഷൻ വരുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുക. ഒരിക്കലും ഒരു ട്രേഡർ ആവാതിരിക്കാൻ